പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഇപ്പം നിൽക്കുന്നത് എരുമേലിയിലാണ്. എരുമേലി ബാബരുപള്ളി നയനാർ പള്ളിയാണ്. ബാബരുപള്ളി എന്നറിയപ്പെടുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റില്ലമാണ്. നമുക്കറിയാം എരുമേലി പള്ളി. എരുമേലി പള്ളിക്ക് നമ്മൾ തെക്കൻ കേരളത്തിന് വലിയ പ്രാധാന്യം, അത് തന്നെയല്ല ഇന്ത്യയിൽ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം അയ്യപ്പ സീസണും അല്ലാത്ത സമയങ്ങളും എല്ലാം സ്വാമിമാർ വന്ന് തൊഴുതിട്ട് പോകുന്നു, സ്വാമിമാർ വന്ന് അവിടെ വലം വെക്കുന്നു. അതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ സമയം ഏതാണ്ട് 6 മണിയാകാൻ പോകണം. നല്ല തിരക്കുള്ള സമയമാണ്. ഈ സമയത്തൊന്നും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ശബരിമല സീസണൊക്കെ ആണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ തിരക്കായിരിക്കും, വാഹനങ്ങളുടെ തിരക്കുമായിരിക്കും. ഞാനിത് പറയാൻ കൂടെ കാരണമുണ്ട്. എരുമേലി പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇന്ന് ഞാൻ ചില ഭാരവാഹികളുമാർ സംസാരിച്ചപ്പം ഈ എരുമേലി പള്ളിയുടെ കീഴിൽ 7 പള്ളികളുണ്ട്. 7 തൈക്കാവ്. കോവിഡിന് ശേഷം 7 പള്ളിയിലും ജുമാ നമസ്കാരമുണ്ടെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 7 പള്ളി എന്ന് പറഞ്ഞാൽ ചോദിക്കും. നമ്മുടെ എരുമേലി പള്ളിക്ക് അതിൻ്റേതായ തക്കതായ വരുമാനം, തക്കതായിട്ടുള്ള കാര്യമുള്ളത് കൊണ്ട്, സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ടാണ് ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തുകയാണ് എരുമേലി ജുമാ മസ്ജിദ്. അപ്പം ഇവിടെ തന്നെ ഈ 7 ജമാഅത്തിൻ്റെ കീഴിൽ തന്നെ ഏതാണ്ട് 3000-ഓളം അംഗങ്ങളുണ്ട്. എന്നോട് ചിന്തിച്ച് നോക്കിയേ. തെക്കൻ കേരളത്തിൽ ഏറ്റവും വലിയ പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണെന്ന് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും ഈ 3000 അംഗങ്ങളെ കുടുംബമെന്ന് പറയുമ്പോൾ 5000 പേരോട് മിച്ചമുണ്ട്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ. ഞാനിപ്പം നിൽക്കുന്നത് എരുമേലിയാണ്. ഇപ്പം ശബരിമല സീസണും പിന്നെ 1-ാം തീയതി തൊട്ട് 1-ാം തീയതി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ അമ്പലത്തിൻ്റെ അവിടെ ഇപ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ കാണുന്ന നിങ്ങളൊന്ന് അമ്പലം കൂടെ നോക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹുസൈന റാവുത്തർ, പത്തനംതിട്ട ചുങ്കപ്പാറ. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.